വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ആൻറ്റീൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇതെൻ്റെ ആൻറ്റീൻ്റെ വീട്. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് തന്നെ ആൻറ്റി മാംഗോ ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങളൊരു 11 മണിയാകുമ്പോൾ എത്തണമെന്ന് വിചാരിച്ചതാണ്. ഇവിടെ എത്തിയപ്പോഴേക്കും 1:30. എൻ്റെ അനിയൻ്റെ ഹെയർ കട്ടും വിവിയുടെ ഹെയർ കട്ടും ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയപ്പോഴേക്കും സമയം. അങ്ങനെ ഞാൻ അടുത്ത് നേരെ പോയത് കിച്ചണിലേക്ക്. ആൻറ്റി എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചെന്ന് അറിയണമല്ലോ. അങ്ങനെ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു. ആൻറ്റീൻ്റെ ഫുഡ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴൊക്കെ ഞങ്ങൾ വന്നാലും കണ്ണൂർ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ മിസ്സാക്കാതെ ആൻറ്റീൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു തവണ ഫുഡ് അടിക്കാറുണ്ട്. അങ്ങനെ ആൻറ്റി ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ എത്തിയപ്പോൾ 1:30 ആയിട്ടുണ്ടായിരുന്നല്ലോ. ഫുഡ് കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആൻറ്റി എല്ലാ ബിരിയാണിയും എല്ലാം സെർവിങ് ഡിഷസിലൊക്കെ ആക്കി. അപ്പം ഞാൻ അവിടെ പോയിരുന്നു കുറച്ച് കഥയും പിന്നെ നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഞാൻ ഇടയ്ക്ക് പോയി എൻ്റെ ലുക്കൊക്കെ എങ്ങനെയുണ്ട്, വീഡിയോ ഒക്കെ എടുക്കുന്നതാണല്ലോ, അപ്പോൾ അതൊക്കെ നോക്കണമല്ലോ. അങ്ങനെ ഞാൻ പോയി ഇടയ്ക്ക് കണ്ണാടിയൊക്കെ പോയി കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ച് അതിനുശേഷം അപ്പോഴേക്കും ആൻറ്റി ഓരോ ഡിഷസായിട്ട് കൊണ്ടുവയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിവി ഫോണിൽ എന്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ കിച്ചണിൽ പോയി നോക്കിയപ്പോഴേക്കും ആൻറ്റി പപ്പടമൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ആൻറ്റിയുടെ ബിരിയാണിയിലൂടെ പപ്പടവും ചമ്മന്തിയും നല്ല അടിപൊളി കോമ്പിനേഷൻ. അതുപോലെ കണ്ണൂരിലെ എല്ലാവരും ബിരിയാണിയിൽ മോസ്റ്റ്ലി പപ്പടവും ചമ്മന്തി അതുപോലെ ഏതെങ്കിലും ഒരു പിക്കിളും കൂടെ ആഡ് ചെയ്യും. ഇതിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ഭരണി എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടോ. ഇത് ആൻറ്റീൻ്റെ ഹൗസ് വാമിങ്ങിന് അന്ന് എനിക്ക് എക്സാം ആയിരുന്നു, സെം എക്സാം. അങ്ങനെ എനിക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പിന്നെ വരുമ്പോൾ എന്തെങ്കിലും അവിടെ നിന്ന് ഞാൻ വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരണമല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒരു 2018 ആ ഒരു ടൈം എന്തോ ആയിരുന്നു ആൻറ്റീൻ്റെ ഹൗസ് വാമിങ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ ആൻറ്റിക്ക് സ്പെഷ്യലായിട്ട് അവിടെ നിന്ന്, അതായത് തമിഴ്നാട് ഒട്ടൻചത്രത്തിലായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ആൻറ്റിക്ക് സ്പെഷ്യലായിട്ട് വാങ്ങിച്ചു കൊടുത്ത ഭരണി ഇത് ഇപ്പോഴും ആൻറ്റി ഭയങ്കര ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ലാസ്റ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ പപ്പടമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ബിരിയാണി നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഈ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഫുൾ സ്മെല്ലായിരുന്നു ആൻറ്റീൻ്റെ ബിരിയാണിയുടെ. അങ്ങനെ ടേബിളിൽ ഞങ്ങൾ ബിരിയാണി, ചമ്മന്തി, ചില്ലി, പപ്പടം, അച്ചാർ, സാലഡ് എല്ലാം കൊണ്ടുവച്ച് ഏകദേശം സെറ്റായി. അപ്പോഴേക്കും ആൻറ്റി പോയിട്ട്, നമ്മൾ വാഴയിലയിലാണ് കേട്ടോ കഴിക്കുന്നത്, അപ്പോൾ ആൻറ്റി പോയിട്ട് വാഴയിലൊക്കെ എടുത്ത് കൊണ്ടുവന്നു. അപ്പോഴേക്കും എൻ്റെ അനിയന്മാരിലൊക്കെ പലതും പല സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഒന്നാമത് ഒത്തുകൂടി കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് സംസാരിക്കും, അല്ലെങ്കിൽ മറ്റേ ഫ്രീ ഫയർ അങ്ങനെയുള്ള ഗെയിമൊക്കെ കളിക്കുമായിരിക്കും. ഇവിടെ വെച്ചേക്കുന്ന ഈ ഒരു ബ്രൗൺ കളർ ചെടിയുണ്ട്, അത് ഒറിജിനൽ ലൈവ് പ്ലാന്റ് ആണ് കേട്ടോ. കണ്ടിട്ട് എനിക്ക് തന്നെ വിശ്വാസമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആൻറ്റി അപ്പോഴേക്കും എല്ലാ ഇലയിലും എല്ലാം സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഓരോരുത്തരായിട്ട് ഫുഡിൻ്റെ സ്മെല്ലടിച്ചുകൊണ്ട് ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. ഫസ്റ്റ് എത്തിയത് അപ്പുവാണ് കേട്ടോ. ഇവനാണ് അപ്പു. ഇവൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക കൊച്ചിയിൽ. ഇത് എൻ്റെ ആൻറ്റീൻ്റെ മൂത്ത മോനാണേ. പിന്നെ അടുത്തത് വന്നിട്ട് അല്ലുവും എൻ്റെ അനിയൻ നിവേദ എന്ന പേര്. അവനെ ഞാൻ ചക്കു എന്ന് വിളിക്കുക. ചക്കര എന്ന് വിളിച്ച് അങ്ങനെ ഷോർട്ടാക്കിയത്. അപ്പം അല്ലുവും ചക്കുവും കൂടിയിട്ട് ഒരേ ഏജ്. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പോൾ +2 എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ അപ്പോഴേക്കും ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാനിരുന്നു. എല്ലാവരും കഴിച്ചു തുടങ്ങി. ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അവസാനം കഴിച്ചു തുടങ്ങി. ബിരിയാണി ആൻറ്റി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആൻറ്റി കേട്ടോ, ആ ബിരിയാണി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴും ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നല്ല അടിപൊളി ബിരിയാണി. അങ്ങനെ ബിരിയാണി, ചമ്മന്തി, ചില്ലി, ചിക്കൻ, പപ്പടം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു അടിപൊളി എന്താ പറയുക ലഞ്ച് അടിപൊളി കഴിച്ചിട്ട് അപ്പോൾ തന്നെ ആൻറ്റീനോട് ഞാൻ പറഞ്ഞു അടിപൊളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ ഇവരെ വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ ഉണ്ടല്ലോ അവനെ ഒരുമാതിരി നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോയാൽ ഉണ്ടാവില്ലേ, നമ്മൾ വീഡിയോ എടുക്കില്ലേ, അപ്പോൾ ഈ നമ്മുടെ ക്യാമറാമാനൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ നാണത്തോടെ ഇരിക്കില്ല, അതായിരുന്നു അവൻ്റെ അവസ്ഥ. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് അന്ന് വർക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേ ആൻറ്റി വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയാം. ഞാൻ പറഞ്ഞാൽ എൻ്റെ യൂട്യൂബിനെ കുറിച്ച് പറയാം. അപ്പോഴേക്കും ആൻറ്റി ഉച്ച കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോഴേക്കും ആൻറ്റി അടുത്ത പായസം കൊണ്ട് തന്നു. ഈ പായസവും ആൻറ്റി എന്താ പറയുക മിൽക്ക് മെയ്ഡ് ഒന്നും ഇടാതെ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് പോലും അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പുറത്ത് പോയി. കാരണം ഞാൻ നാളെ നാട്ടിലേക്ക് പോകണമല്ലോ. അപ്പോൾ ആൻറ്റീൻ്റെ വീട്ടിൽ നിന്ന് മാങ്ങ, ചക്ക ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇനി അടുത്തെടുക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് ആൻറ്റീൻ്റെ ചെടി, പിന്നെ ആൻറ്റീൻ്റെ കയ്യിൽ കുറേ പച്ചക്കറി. ഇതെൻ്റെ അനിയൻ വരച്ചൊരു ഫോട്ടോ ആണ് കേട്ടോ. ആൻറ്റീൻ്റെ കയ്യിൽ വീട്ടിൽ കുറേ പച്ചക്കറിയൊക്കെ ഉണ്ട്. ഇത് വഴുതനങ്ങ, ഇതൊക്കെ ഇവർ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അപ്പം അത് ഇത് കുറച്ച് വലുതാണ്, കുഞ്ഞായിട്ടുള്ളതും ഉണ്ട്. അതുപോലെ പുതിയ പൂവൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ചക്കയാണ് ഞങ്ങളിനി പറിക്കാൻ പോകുന്നത്. അതിന് ഞങ്ങളെ കൊണ്ട് പറിക്കാൻ പറ്റില്ല, അതിന് അപ്പു, അല്ലു, ചക്കു ഒക്കെ വരണം. അങ്ങനെ എല്ലാവരും റെഡിയായി ഇറങ്ങുവാണ്. ഇതെൻ്റെ അനി ഇന്ന് പോയിട്ട് ചെയ്ത ഹെയർ കട്ടാണ് കേട്ടോ. ഒരു മാതിരി റൗഡീനെ പോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ആൻറ്റിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ ആനീൻ്റെ പറമ്പത്തോട്ട് ഇറങ്ങിയിട്ടാണ്. ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്.
ചക്ക, വാഴ, ചീര, വഴുതനങ്ങ, പഴം, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നു. ഇത് ആൻറ്റീൻ്റെ വീട്ടിലുള്ള പോത്താണ് കേട്ടോ. അവർ ഒരു 4 അങ്ങാണ്ട് പോത്തുണ്ടായിരുന്നു. ഇതൊന്ന്, പിന്നെ ഇത് വലുത്, ഇതേപോലെ വേറെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു. അത് ഇതാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു 2 വലിയ പോത്തും പിന്നെ ഒരു 2 ചെറിയതും ഉണ്ടായിരുന്നു. ഇത് ഇവർ പാലക്കാട് അങ്ങാണ്ട് പോയിട്ട് കൊണ്ടുവരുന്ന കേട്ടോ. നമ്മൾക്കതിനെ കാണുമ്പോഴുള്ള ക്യൂരിയോസിറ്റി പോലെ തന്നെ അതിന് നമ്മളെ കാണുമ്പോഴുണ്ടാവും. നമ്മൾ ഞാൻ റെഡ് ഡ്രസ്സും കൂടെ ഇട്ടതുകൊണ്ട് കുറച്ച് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ അവരുടെ ഫുൾ രൂപം. ഇതും ഞങ്ങളുടെ വീട്ടിലെ പോത്തുകളാണ്. ഒന്ന് ആൻറ്റീൻ്റെ വീട്ടിൽ, ഒന്ന് എൻ്റെ വീട്ടിൽ. അങ്ങനെ ആൻറ്റി ആ സൈഡൊക്കെ പോയിട്ട് എൻ്റെ ഡയലോഗൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരും പോത്താന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ അവരുടെ ഫോട്ടോ സെക്ഷനാണല്ലോ. ഈ കാട്ടിനുള്ളിൽ വന്നിട്ട് എന്ത് ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫിയാണെന്നറിയില്ല. അപ്പോഴേക്കും ഞങ്ങളുടെ ചക്ക മാസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ആണത്. ഈ ഒരു ചക്ക പറിക്കുന്ന കൊക്കയുണ്ടല്ലോ, ഇത് സ്റ്റീലിൻ്റെ ഇരുമ്പിൻ്റെ എന്താണ്, ഭയങ്കര വെയിറ്റാണ്. ഞങ്ങളെ കൊണ്ടൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ പറിച്ചത് നേരെ ചക്ക ആൻറ്റീൻ്റെ അടുത്താണ് കേട്ടോ പ്രണാമം വയ്ക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഒന്നും കൂടെ വേണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട്, അതായത് നമുക്ക് പഴുക്കുന്ന ചക്ക ഉണ്ടാവില്ലേ, മൂത്ത ചക്ക ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നത് ഇടിച്ചക്ക പറിക്കാനായിട്ടാണ്. ഇത് ഞങ്ങൾ പളനിയിൽ പോകുമ്പോൾ അവിടെ വിവിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4-5 എണ്ണം കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് അടുത്തത് ഇതാണ് കേട്ടോ ഞങ്ങൾ പറിക്കാൻ വന്നത്. അത് അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 3-4 എണ്ണം പറിച്ചു. ഞങ്ങൾ ഓരോ സാധനം പറിക്കും തോറും ഞങ്ങൾ അവിടെ ഒരു സൈഡിൽ കൊണ്ടുപോയി കൂട്ടി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചക്ക, പിന്നെ അതുപോലെ ഈ വാഴക്കൂമ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പറിക്കാൻ പോയത് മാങ്ങയാണ് കേട്ടോ. അയ്യോ, ഇതിന് എന്താ പറയുക, ഭയങ്കര കോമഡി സീനായിരുന്നു. അതെനിക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഫോണിൽ ചാർജ് കുറവായിരുന്നതുകൊണ്ട്. അവൻ പറിക്കും. ഇവർ ആക്ച്വലി അത് താഴെ വീഴാതെ പറിക്കുവാണെങ്കിൽ നമുക്ക് കെടാതെ എടുക്കാമല്ലോ. താഴെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കെടുമെന്നാണ് ആപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അങ്ങനെ വീഴാതെ പറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. അവൻ പറിക്കും, ഇവരുടെ ഇതിൽ വീഴാതെ അതിന് ചുറ്റുമായിരുന്നു മാങ്ങ വീണുകൊണ്ടിരിക്കുന്നത്. വൻ കോമഡി സീനായിരുന്നു. അതുപോലെ ചോണന് ഉറുമ്പുണ്ടല്ലോ, അത് ആ മരത്തിലുണ്ടായിരുന്നു, അതും വീഴുമായിരുന്നു. അങ്ങനെ ആ ചക്കുവിനെ കൊണ്ട് പറ്റില്ല എന്നപ്പോൾ ആൻറ്റി അതിലേക്ക് ഇറങ്ങി. ആൻറ്റീനെ കൊണ്ടും ഇതേ അവസ്ഥയായിരുന്നു. എല്ലാം താഴെ വീണിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ കുറച്ച് ഇതിൻ്റെ മേലൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അതെടുക്കാൻ വേണ്ടി അല്ലു ഒരു ഏണിയൊക്കെ എടുത്തിട്ട് അങ്ങനെ അതൊക്കെ കളക്ട് ചെയ്യും. അടുത്തത് ഇവരൊക്കെ എടുത്ത് പറിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, ഞാനും കൂടെ ഒന്ന് പറിക്കണമല്ലോ എന്ന്. അങ്ങനെ ഞാൻ ഈ സ്റ്റീലിൻ്റെ കമ്പി എടുത്തിറങ്ങിയത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇതിന് ഭയങ്കര വെയിറ്റായിരുന്നു. എന്നാലും ഇത് വെച്ചിട്ട് ഒരു മാങ്ങയെങ്കിലും പറിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഇതിൻ്റെ പുറത്ത് ഇറങ്ങി പുറപ്പെട്ടതായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ട് അതെനിക്ക് പൊക്കാൻ പറ്റുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് പൊങ്ങുന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫ്രണ്ടിൽ ഇത് ചെയ്യുമ്പം ബാക്ക് അതിനോടുകൂടെ ബാലൻസ് ചെയ്യില്ലായിരുന്നു. നമ്മൾ ബാക്കിലാണ് അതിനെ പിടിക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ബാലൻസ് ആവില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിലായിരുന്നു. പക്ഷെ എങ്ങനെയെങ്കിലും പറിക്കണമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നോക്കിയിട്ട് ഒന്നും നടന്നില്ല. അവസാനം അല്ലുവും ചക്കുവും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് അവർ പിടിക്കുമ്പോഴേക്കും എൻ്റെ കൈ വിട്ട് ഒത്തിരി ഹൈറ്റിൽ ആ സാധനം പോയിട്ടുണ്ടായിരുന്നു. അതായത് ഞാനൊരുമാതിരി ചാടി പിടിക്കേണ്ട അവസ്ഥയിലായിരുന്നു കൊക്ക പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരെ സഹായിക്കും. ഇവരുടെ അടുത്തേക്ക് ഞാൻ പോകുമ്പോഴേക്കും ഞാൻ ഉദ്ദേശിച്ച മാങ്ങയൊക്കെ പറിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പോരാടി നേടി, ഞാൻ പോരാടി, അവർ നേടി. സ്മെല്ലി മാങ്ങ. തിന്നാൻ പോകുന്ന ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് നീ ഓരോ മാങ്ങയും ഞങ്ങൾ പറിച്ചെടുത്തു. അങ്ങനെ ഞങ്ങൾ മാങ്ങയൊക്കെ പറിച്ചെന്നാൽ വേർത്തു. ആൻറ്റി പിന്നെയും മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് അടുത്ത മാങ്ങ വരും. ആൻഡ് ഹിയർ ഇറ്റ്സ് മൈ ബ്രദേഴ്സ്. ഇനി അവസാനിപ്പിച്ചില്ല. അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും പോകുന്നുണ്ട്, എനിക്കറിയില്ല എങ്ങോട്ടൊക്കെയാണ്. അങ്ങനെ നമ്മൾ മാങ്ങ പറയൽ കഴിഞ്ഞ് ചക്കയൊക്കെ കഴിഞ്ഞ് എല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളതൊക്കെ പാക്ക് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോവാം. നാളെ എടുത്തുകൊണ്ട് പോവാം. ഉറുമ്പെല്ലാം കടിക്കുന്ന കേട്ടോ. എൻ്റെ ഉറുമ്പ്. ഇതാണ് കേട്ടോ ഞങ്ങൾ ഫൈനലി ഇവിടെ നിന്ന് എടുത്ത എല്ലാ സാധനങ്ങളും. 3 കൊല, പിന്നെ ചക്ക, പിന്നെ വാഴക്കൂമ്പ്, പിന്നെ അതിലിരിക്കുന്ന മഞ്ഞളാണ് കേട്ടോ. അത് ആൻറ്റീൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അങ്ങനെ എല്ലാം ആൻറ്റീൻ്റെ വീട്ടിലുണ്ടായ സാധനം. അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ആൻറ്റി ചായ കുടിക്കാൻ വിളിച്ചു. ചായക്ക് എൻ്റെ ഫേവറേറ്റ് അരിക്കിടക്ക, പിന്നെ തരിയുണ്ട്, അത് ആൻറ്റി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, നമ്മൾ കഴിച്ച് വണ്ണം വയ്ക്കുന്നുള്ളൂ. ഞങ്ങൾ എല്ലാവരോടും ടാറ്റ ബൈ പറഞ്ഞു പോയി. അത്രേ ഉള്ളൂ കേട്ടോ. താങ്ക്സ്.